വാർത്തകൾ ഇനി ആലുവ ലൈവ്. റോഡിന്റെ ശോചനീയാവസ്ഥ. ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള പടലപ്പിണക്കം മൂലം അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവാക്കുകയാണ്. ജലജീവൻ മിഷൻ പദ്ധതിക്കായി ആലുവ മൂന്നാർ KSRTC റോഡിൽ ആലുവ തോട്ടുമുഖം മുതൽ പകലോമറ്റം വരെ റോഡിന് ഇരുഭാഗവും പൊളിച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പൈപ്പുകൾ സ്ഥാപിച്ച് റോഡിന് ഇരുഭാഗത്തും മെറ്റലിട്ടെങ്കിലും ടാർ ചെയ്യാത്തത് മൂലം നിത്യേന ഗതാഗതക്കുരുക്കും അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇന്നലെയും ഉളിയന്നൂർ സ്വദേശി കോനായത്ത് വീട്ടിൽ സാലി അപകടത്തിൽപ്പെട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച ശേഷം നിവേദനം നൽകിയത്. എത്രയും വേഗം പൊളിച്ചിട്ട റോഡ് പുനഃസ്ഥാപിക്കുക, രണ്ട് വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പഴിചാരൽ അവസാനിപ്പിച്ച് എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്നിവയാണ് പ്രധാന ആവശ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, വകുപ്പ് മന്ത്രിമാർ, ജില്ലാ കളക്ടർ, MLA എന്നിവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുവാനും തീരുമാനിച്ചു. ഉപരോധ സമരത്തിന് പൗരാവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK മുകുന്ദൻ, സെക്രട്ടറി സാബു പരിയാരത്ത്, ഭാരവാഹികളായ ജോൺസൺ മുളവരിക്കൽ, നിസാം പൂഴിത്തറ, സുലൈമാൻ അമ്പലപ്പറമ്പ്, ഹനീഫ കുട്ടോത്ത്, മുസ്തഫ എടയപ്പുറം, മോഹൻ റാവു, AU ജോസ്, അഡ്വക്കേറ്റ് ജയാസ് മാനാടത്ത്, PC നടരാജൻ എന്നിവർ നേതൃത്വം നൽകി. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി.